ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അക്കാര്യത്തിൽ ഞാനോ നീ ഇടപെടേണ്ട കാര്യമില്ല. അതൊക്കെ അവര് തീരുമാനിക്കട്ടെ. അവരുടെ കുഞ്ഞിന്റെയും ജീവിതം അവര് തീരുമാനിക്കട്ടെ. അച്ഛൻ കുറച്ച് സ്ട്രിക്റ്റാ. പക്ഷേ താൻ പേടിക്കൊന്നും വേണ്ട. അമ്മേ, വീണ വാ മോളെ. വാ മോളിവിടെ ഇരിക്കും. അച്ഛൻ എവിടെ അമ്മേ? അച്ഛൻ മോളിലുണ്ട്. മോളെ, അമ്മ നിന്നെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല. കാണണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു അവസരം അല്ലല്ലോ ഇവൻ ഉണ്ടാക്കി വെച്ചത്. ഇത് ആരാന്ന് മനസ്സിലായോ? മനസ്സിലായി. ഇങ്ങനൊരു വരവേ പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ. അച്ഛാ, ഞാനും വീണയും തമ്മിൽ സീരിയസ് ആയിട്ട് തന്നെ സംസാരിച്ചു. നിന്റെയൊക്കെ സീരിയസ് കൊണ്ടാണല്ലോ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയത്. എന്നിട്ടെന്താ തീരുമാനം? അച്ഛാ, നീ പറയണ്ട. എനിക്ക് ഈ പെൺകുട്ടിയുടെ തീരുമാനം അറിയേണ്ടത്. അച്ഛനും അമ്മയും എന്നോട് പൊറുക്കണം. വിപിനുമായിട്ടുള്ള ബന്ധത്തില് എന്നിൽ നിന്നും ഒരു തെറ്റും വന്നിട്ടില്ല. വിപിൻ എന്നെ വലിച്ചെറിയാൻ തീരുമാനിച്ചിട്ടും ഞാൻ വിപിന്റെ പുറകെ കാല് പിടിച്ച് കരഞ്ഞു. പക്ഷെ ഞാനൊരു പെൺകുട്ടിയല്ലേ, ചത്തു കളയെന്ന് പറഞ്ഞു. അച്ഛൻ ഹരിയേട്ടനെ കൊണ്ട് എന്റെ കഴുത്തിൽ താലി കെട്ടിച്ചു. പക്ഷെ എനിക്ക് അയാളെ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ലായിരുന്നു. അയാളും ഞാനും തമ്മില് ഒരു ബന്ധം ഉണ്ടായിട്ടില്ല. അയാളെ നിഷേധിച്ച് ഞാൻ വിപിനെ കാത്തിരിക്കുകയായിരുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് വേറെ മാർഗമില്ലായിരുന്നു അമ്മ. തല്ലിയും തൊഴിച്ചും പെണ്ണുങ്ങളെ അനുസരിപ്പിച്ച് ശീലിപ്പിച്ചവർക്ക് എന്തു ആവാലോ. പക്ഷെ ഒരു കാര്യം സത്യം, എന്നെ ഇതുവരെ ഒരു പുരുഷനെ സ്പർശിച്ചിട്ടുള്ളൂ, എന്റെ കുഞ്ഞിന്റെ അച്ഛൻ. ചാകാൻ ആലോചിച്ചിട്ടുണ്ട് ഞാൻ പലപ്പോഴും. പക്ഷെ അപ്പോഴൊക്കെ ഒരു തടസ്സമായത് എന്റെ മോളാ. എന്നിട്ട് ഇപ്പൊ അവള് പോലും എന്റെ കൂടെ ഇല്ല. മോളെ, വിപിൻ എന്നോട് ദ്രോഹങ്ങൾ കാണിച്ചു കൂട്ടിയപ്പോ അറിയാതെ ചില വാക്കുകള് അച്ഛനെ കുറിച്ചും അമ്മയെ കുറിച്ചും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നോട് പൊറുക്കണം അച്ഛൻ. എന്തായത് മോളെ? ജീവിതം ചിലപ്പോ ചില പ്രതിസന്ധികളിൽ നമ്മളെ കൊണ്ട് നിർത്തും. അത് മറികടക്കാൻ നമുക്ക് കഴിയണം. നിങ്ങൾ പരസ്പരം സ്നേഹിച്ചവരല്ലേ? നീ അവന്റെ കുഞ്ഞിനെ പ്രസവിച്ചോളും. നിങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നതിനോ ഇവിടെ ഞങ്ങളോടൊപ്പം താമസിക്കുന്നതിനോ ഞാൻ എതിരൊന്നുമല്ല. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. നീ ഇവിടെ വന്ന് കയറുമ്പോ നിങ്ങളുടെ കുഞ്ഞ് നിന്നോടൊപ്പം ഉണ്ടായിരിക്കണം. അച്ഛാ, അത് മറ്റൊന്നും എനിക്ക് കേൾക്കണ്ട.
വിപിനോട് പറയാനുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിന്നെയും നിന്റെ കുഞ്ഞിനെയും കൂട്ടി ഇവിടെ വന്ന് ഞങ്ങളോടൊപ്പം ജീവിച്ചാലല്ലാതെ ഞാൻ സമ്പാദിച്ചതിൽ നിന്ന് 1 രൂപ പോലും അവന് കൊടുക്കില്ല. അതെ, ഉം. ഇവരോട് തീരുമാനിക്കാൻ പറഞ്ഞ എങ്ങനാ? നമ്മളും കൂടി. അക്കാര്യത്തിൽ ഞാനോ നീ ഇടപെടേണ്ട കാര്യമില്ല. അതൊക്കെ അവര് തീരുമാനിക്കട്ടെ. അവരുടെയും അവരുടെ കുഞ്ഞിന്റെയും ജീവിതം അവര് തീരുമാനിക്കട്ടെ. അച്ഛൻ കുറച്ച് സ്ട്രിക്റ്റാ, പക്ഷേ താൻ പേടിക്കൊന്നും വേണ്ട. എങ്ങനെങ്കിലും മോള് പോയി മോളെ കൂട്ടിക്കൊണ്ടുവാ. മോളെ കാണാൻ ഞാൻ നല്ല കൊതിയായിട്ടിരിക്കും. ഹലോ. അല്ല, ഉറങ്ങിയില്ലേ? എന്റെ ഉറക്കം കളഞ്ഞിട്ട് പിന്നെ എന്തിനാ ചോദിക്കുന്നത്? ഞാനെങ്ങനെ ഉറക്കം കളഞ്ഞു? സ്വപ്നങ്ങൾ ഒരുപാട് കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ കണ്ടു തീർക്കാൻ. ഞാനിങ്ങനെ ഓരോന്നോരോന്നായിട്ട് കണ്ടു തീർത്തോണ്ടിരിക്കുക. താനെന്താ ഉറങ്ങാതിരുന്നേ? ഏൽപ്പിച്ച സ്വപ്നങ്ങളുടെ ബാക്കി എന്റെ കയ്യിലുണ്ടല്ലോ. അത് നോക്കി തീർക്കണ്ടേ? വിളിച്ചാലോ എന്ന് ഞാനും കരുതിയതാ. പിന്നെ ആന്റിയോ മറ്റോ അടുത്തുണ്ടെങ്കിൽ അത് മോശമല്ലേ എന്ന് കരുതി. ഇനിയിപ്പം ആരും അടുത്തുണ്ടെങ്കിൽ എന്താ? എല്ലാവരും കൂടി ലൈസൻസ് തന്നല്ലോ. മധുര നൊമ്പരക്കാറ്റ്